നമസ്കാരം. ഇന്നലെ മറുനാടൻ ചാനലിൽ ഒരു വിവാഹ തട്ടിപ്പിന്റെ വാർത്ത ഞാൻ കണ്ടായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുള്ള വിവാഹ തട്ടിപ്പ് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു വിവാഹ തട്ടിപ്പ്. 2025 തുടങ്ങിയതിനു ശേഷം ഇതുപോലെയുള്ള വിചിത്രമായിട്ടുള്ള വാർത്തകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനംതിട്ട റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവ് കോട്ടയംകാരിയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഈ പയ്യൻ ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടിലാക്കിയതിനു ശേഷം ഇറ്റലിയിലേക്ക് നാടുവിടുന്നു. ഇറ്റലിയിലാണ് ഈ യുവാവ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ യുവാവ് ഇറ്റലിയിലേക്ക് കയറിപ്പോയതിനു ശേഷം ഈ യുവാവിന്റെ വീട്ടുകാരും റിലേറ്റീവ്സും ഒക്കെ ഈ പെൺകുട്ടിയുടെയും ഈ യുവാവിന്റെയും ഫോട്ടോസ്, കല്യാണ ഫോട്ടോസ് ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം കുറെ കള്ളക്കഥകൾ അങ്ങ് പ്രചരിപ്പിച്ചു. അതായത് ഈ യുവാവിനെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ച പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണത്രേ. ഇത് മറച്ചു വെച്ച് ഈ ചെറുക്കന്റെ തലയിൽ ഈ പെൺകുട്ടിയെ കെട്ടിവെച്ചതാണ്. അതിനുശേഷം ഈ സത്യം തിരിച്ചറിഞ്ഞ, ആദ്യ രാത്രിയിൽ ഈ സത്യം തിരിച്ചറിഞ്ഞ യുവാവ് നാട് വിട്ടതാണ് എന്നുള്ള രീതിയിലായിരുന്നു കഥകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചത്. ട്രാൻസ്ജെൻഡറിനെയും കൊണ്ട് കബളിപ്പിച്ച് കല്യാണം കഴിച്ചു, യുവാവിനെ വഞ്ചിച്ചു, യുവാവിനെ പറ്റിച്ചു, ഈ രീതിയിലാണ് മുഴുവനും പ്രചരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ നാട്ടുകാരുടെ 1-2 പേരുടെ വോയിസ് റെക്കോർഡും ഒക്കെ ഉണ്ടായിരുന്നു. ആ വോയിസ് റെക്കോർഡിലെ ഒരെണ്ണം ഞാൻ കേൾപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത്. നമ്മുടെ ഐത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കഴിയുമ്പോൾ തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സേവനസിനിമയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കായിരുന്നു. ആ പെണ്ണെന്ന് പറഞ്ഞ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3 ദിവസം നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം അങ്ങനെ പറഞ്ഞപ്പോൾ ഇവള് ആദ്യം അങ്ങോട്ട് മുതലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മന്നെ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ച് അങ്ങനെ വെച്ചതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇവനിട്ട് 5 മറ്റൊരു മാലയൊക്കെ വിരിയിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂടെയൊക്കെ. പക്ഷേ അന്ന് തന്നെ അവനെ സാധനം പിടിച്ച് മേടിച്ച് അവിടെയാണ്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി അങ്ങോട്ടാറായി. 12 മണി വരാൻ വിടല്ലേ, 1 മണി 6 ചെന്നപ്പോൾ നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ, ഒരു പാൻറ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെ ആളിനെ കാണുന്നത്. അറിയോ, അയ്യോ അവൻ ആ പാടെ വിഷമിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, രണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്ത് മാല എന്തിനാ ചോദിച്ചു. പറഞ്ഞു അതെന്തിനാ മാല, ആദ്യം ഇപ്പോൾ രാത്രി ഒന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന മാല മൂരി വെക്കാം, കല്യാണം വിടലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മാല മേടിച്ചു. 5 മിനിമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിൽ വീട്ടിൽ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. ഇന്ത്യയില്ല പിന്നെ വീട്ടുകാർ നമ്മളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഈ അറിയാതെ വീട്ടിൽ കൊണ്ട് അവിടെ കളിച്ചിട്ട് കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് യു കെക്ക് സ്ഥലം വിട്ടു. അപ്പൊ ഇത്തരത്തില് കുറെ കള്ളക്കഥകളാണ് ഈ യുവാവിന്റെ വീട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത്. യുവാവ് ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് മനസ്സിലാക്കുന്നത് ആദ്യ രാത്രിയാണ്. അതിനു മുമ്പ് വരെ അറിയില്ലായിരുന്നു. യുവാവിനെ വഞ്ചിച്ചു, പറ്റിച്ചു. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളാണെങ്കിലും ആലോചിച്ചു പോകത്തില്ലേ, ആ പാവം ചെറുക്കനെ പറ്റിച്ചല്ലോ, വഞ്ചിച്ചല്ലോ. പിന്നീടാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മറച്ചു വെച്ച് കല്യാണം നടത്താൻ വേണ്ടി പറ്റില്ല. അതൊരിക്കലും പോസിബിൾ അല്ല. കല്യാണം നടത്തിയാൽ തന്നെ 2-3 ദിവസത്തിനകം അത് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വഞ്ചിച്ചു, പറ്റിച്ചു എന്നുള്ള കാര്യം വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ യുവാവിന്റെ കള്ളക്കഥ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുവാണ്. പക്ഷേ ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടി ഈ യുവാവിനെ സപ്പോർട്ട് ചെയ്ത് യുവാവ് ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ തന്നെ പ്രചരിപ്പിച്ചു. അപ്പൊ ഇന്നലെ മറുനാടൻ ചാനലിൽ ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്തുവാണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് അദ്ദേഹം വേറൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ യുവാവ് നാട് വിട്ടതിന് ശേഷം ഈ യുവതിയുടെ വീട്ടുകാർ പോലീസിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. ഈ യുവതിയെ ആദ്യ രാത്രി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, മാത്രമല്ല സ്വർണവും പണവും ഒക്കെ ആയിട്ടാണ് കടന്നു കളഞ്ഞത്. വിവാഹത്തിന്റെ ചെലവുകൾ പോലും സെറ്റിൽ ചെയ്യാതെയാണ് ഈ യുവാവ് കടന്നു കളഞ്ഞേക്കുന്നത്, ഇറ്റലിയിലേക്ക് നാട് വിട്ടത്. അത് മാത്രമല്ല, ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ ഇയാൾ ഇറ്റലിയിലേക്ക് പോയി. അപ്പൊ ഇയാൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതല്ലേ. എന്തായാലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്ലെയിൻ ടിക്കറ്റ് കിട്ടില്ല. 2-3 ദിവസമെങ്കിലും മുമ്പേ എടുത്തു വെച്ചെങ്കിൽ മാത്രമേ പ്ലെയിൻ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ യുവാവ് ചിലപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അവിടെ കൊണ്ട് തന്നെ അയാളുടെ കള്ളക്കഥ പൊളിയുവാണ്. അപ്പം യുവതിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഈ യുവാവിന്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. വിവാഹ തട്ടിപ്പ് നടത്തി എന്ന പേരിൽ FIR ഇട്ടിട്ടുണ്ട്. അപ്പൊ കറന്റ്ലി ഇപ്പൊ യുവാവ് പ്രതിയാണ്. ഈ യുവതിയുടെ വീട്ടുകാരുടെ പേരിൽ കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല. യുവാവിന്റെ പേരിൽ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ആ കംപ്ലൈന്റ് കൊടുത്തത് യുവതിയുടെ വീട്ടുകാരാണ്. അപ്പൊ ഈ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കള്ളക്കഥ ഈ യുവതിയെ അറിയാവുന്ന, ഈ പെൺകുട്ടിയെ അറിയാവുന്ന, പെൺകുട്ടിയുടെ വീടുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ, മാത്രമല്ല പെൺകുട്ടിയുടെ വീട്ടുകാരും ഇത് നിഷേധിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിലുള്ള പെൺകുട്ടി തന്നെയാണ്, ഇവർ കള്ളക്കഥയാണ് പറയുന്നത് എന്ന്. ഇനി സത്യാവസ്ഥ
യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ സത്യാവസ്ഥ പുറത്തു വന്നിട്ടുണ്ട്. മറുനാടൻ ചാനലിൽ തന്നെയാണ് ആ വീഡിയോയ്ക്കകത്ത് സത്യാവസ്ഥ പറയുന്നുണ്ട്. ഒരു വോയിസ് റെക്കോർഡ്, ഈ യുവാവിന്റെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു തരാം. ഹലോ ചേച്ചി, ചേച്ചി ഞാനാണെങ്കിൽ എന്നെ കൊണ്ടുവിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച്, ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നുമല്ല എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്കറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി, അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്ന് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല. അവർ ഇപ്പൊ ഈ കേൾപ്പിച്ച വോയിസ് റെക്കോർഡ് ആ പയ്യന്റേതാണ്. മറുനാടൻ ചാനലിലാണ് ഈ വോയിസ് റെക്കോർഡ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലൂടെ സത്യാവസ്ഥ വ്യക്തമാണ്. ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ്, ആൺകുട്ടിയാണ് എന്നുള്ള കള്ളക്കഥകളൊക്കെ ഈ യുവാവിന്റെ വീട്ടുകാരാണ് പ്രചരിപ്പിച്ചത്. ഈ യുവാവിന് ആ പെൺകൊച്ചിന്റെ സൗന്ദര്യം പോരായിരുന്നു അത്രേ. സങ്കല്പത്തിലുള്ളൊരു പെൺകുട്ടി ആയിരുന്നില്ല. വിവാഹ ശേഷമാണ് അയാളത് മനസ്സിലാക്കിയത്. ആദ്യരാത്രിയാണ് അയാളത് മനസ്സിലാക്കിയത്. സങ്കല്പത്തിലുള്ള പെൺകുട്ടി അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ആദ്യരാത്രി എന്തിനാണ് ഇവൻ ആ പെൺകൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? ആദ്യരാത്രി ഇവൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അതിനുശേഷം പിറ്റേ ദിവസം ഈ പെൺകൊച്ചിനെ കൊണ്ട് വീട്ടിലേക്കാക്കുന്നു, കടന്നു കളയുന്നു. അപ്പം പറ്റിച്ചതും വഞ്ചിച്ചതും ആരാണ്? ഈ യുവാവാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന കുറെ എണ്ണം ഈ നുണക്കഥ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറെ എണ്ണം ഷെയർ ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഈ പെൺകൊച്ചിനെ കുറിച്ച് അപവാദം പറയുകയും മോശപ്പെട്ട വാക്കുകളൊക്കെ പറയുകയും കുറെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളൊക്കെ തന്നെ ഈ പോസ്റ്റിന്റെ ഒക്കെ അടിയിൽ വന്നിട്ടുണ്ട്. സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കള്ളത്തരം കാണിച്ചത്, വഞ്ചന നടത്തിയത് ആ യുവാവാണ്. അവന്റെ സങ്കല്പത്തിനൊത്ത് ഒക്കത്തില്ലായിരുന്നു പോലും. സങ്കല്പത്തിനൊത്ത് ഒക്കത്തില്ലായിരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവൻ കല്യാണം കഴിച്ചത്? കല്യാണത്തിന്റെ യാതൊരു രീതിയിലുള്ള സെറ്റിൽമെന്റും നടത്തിയിട്ടില്ല. പന്തലുകാർക്കും ഇവർക്കൊന്നും തന്നെ പൈസയൊന്നും കൊടുക്കാതെയാണ് ഇവൻ മുങ്ങിയേക്കുന്നത്. എങ്ങനുണ്ട്? ഈ ഷെയർ ചെയ്ത് കളിച്ചവരെ വേണം ആദ്യം തല്ലാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു കള്ളക്കഥ പ്രചരിപ്പിക്കുമ്പോഴേക്കും ആ കള്ളക്കഥ എടുത്തങ്ങ് ഷെയർ ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ ഈ ഒരു സംഭവം കേട്ടു. ആ സംഭവം കേട്ടതിന് ശേഷം അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ ഇത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടു പക്ഷവും മനസ്സിലാക്കണം. രണ്ടു പക്ഷവും ശരി ഏതാ തെറ്റേതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വ്യക്തിയെക്കുറിച്ച് പ്രചരണം നടത്തുക. ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ തന്നെ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട്. ആ പെൺകുട്ടിയുടെ ഭാവി എന്തുവാകും? ഇതുപോലെ ഒരു പയ്യൻ ചെയ്ത വൃത്തികേടിന് ഇരയായത് ആ പെൺകൊച്ചാണ്. ഇപ്പൊ അവൻ ഇറ്റലിയിലേക്ക് കടന്നിട്ടുണ്ട്. അവന്റെ പേരിൽ എന്തായാലും ഇപ്പൊ അവൻ കറന്റ്ലി പ്രതിയാണ്. അവന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ FIR ഇട്ടിട്ടുണ്ട്. അവനെ ഇറ്റലിയിൽ നിന്ന് നാട്ടിലെത്തിക്കണം. നാട്ടിലെത്തിയിട്ട് അവനെ ജയിലിൽ അടയ്ക്കണം. അതിനുള്ള പണി അവൻ കാണിച്ചിട്ടുണ്ട്. ഒരു പെൺകൊച്ചിനെ വഞ്ചിച്ച് അവളെ വിവാഹം കഴിച്ച് പിറ്റേ ദിവസം അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുവാണ്. ഇതെന്ത് കുട്ടിക്കളി വല്ലതും ആണോ? അവന് വേണ്ടാന്ന് തോന്നി. ഇനി ഫർദറായിട്ട് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ അവൻ തീരുമാനിക്കണമായിരുന്നു. അല്ല അതിന് ശേഷമല്ല തീരുമാനിക്കേണ്ടത്. ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വിവാഹ തട്ടിപ്പ് നടത്തുന്നത്. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വിവാഹ തട്ടിപ്പ് നടത്താറുണ്ട്. രണ്ട് വിഭാഗത്തിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക. വഞ്ചനാ കുറ്റത്തിന് തന്നെ ഇവരുടെയൊക്കെ പേരിൽ കേസെടുക്കണം. കാരണം വഞ്ചനയല്ലേ കാണിച്ചത്, ശുദ്ധമായിട്ടുള്ള തട്ടിപ്പ്. ഒരു പെൺകൊച്ചിന്റെ വിവാഹം കഴിഞ്ഞു. ആ വീട്ടുകാർ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും വിവാഹം കഴിപ്പിച്ചു വിട്ടത്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മകളെ കൊണ്ട് വീട്ടിലേക്ക് നിർത്തിയതിനു ശേഷം പയ്യൻ നാട് വിട്ടു, മുങ്ങി അവൻ. എന്നിട്ട് അവൻ പറയുന്നത് പെങ്കൊച്ച് സങ്കല്പത്തിനൊത്തോടെ പെങ്കൊച്ചായിരുന്നില്ല, സൗന്ദര്യം പോരല്ലോ. അയ്യോ അവന് ഭയങ്കര സൗന്ദര്യമാണല്ലോ. കഴിഞ്ഞ ദിവസവും കൂടി നമ്മളൊരു വാർത്ത കേട്ടതാണ്, സൗന്ദര്യം പോരാ, വണ്ണമില്ല, നീളമില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ടൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം. ആ പെൺകുട്ടി ഇപ്പം എന്ത് സംഭവിച്ചു? ആ പെൺകുട്ടിയുടെ ജീവൻ പോയി. അപ്പം ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിയമം ശക്തമല്ലാത്തത് കൊണ്ടാണ്. അവന് നാട് വിടാൻ പറ്റി. നാട് വിട്ടപ്പോൾ അവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അവിടുന്ന് അവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത് മാത്രം പോരാ, ഈ നുണക്കഥ കേട്ടപ്പോഴേക്കും അത് പ്രചരിപ്പിച്ച ഷെയർ ചെയ്ത ആൾക്കാരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത്, ആ ആൾക്കാർക്കെതിരെയും കേസെടുക്കണം. എന്തെങ്കിലും ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങ് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും കല്യാണം നടത്താൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ആരെയും നമുക്ക് വഞ്ചിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് സത്യം.
അങ്ങനെ ഒരു വഞ്ചന എന്തായാലും നടത്താൻ പറ്റത്തില്ല. കാരണം 1-2 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ചതി പുറത്തു വരും. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അങ്ങനത്തെ കേസുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവൻ ഇറ്റലിയിലേക്ക് പോകുന്നു. ഇവൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, പ്ലാൻ ചെയ്ത് നടത്തിയ സംഭവമാണ്. ഇനി ഇവൻ ഇറ്റലിയിൽ വേറെ പെണ്ണുപിള്ളയും പിള്ളേരും ഒക്കെ ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്കറിയില്ല. വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് വേറൊരു കല്യാണം കഴിച്ചതാണോ എന്ന് നമുക്കറിയില്ല, വീട്ടുകാരുടെ ആവശ്യപ്രകാരം. എന്തുവായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടണം.